പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴ് പ്രാർത്ഥനയുടെ സമയത്ത് അതായത് കൈകാല് അനങ്ങാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ കൈ സ്റ്റക്കുമായി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള രോഗികളുണ്ട്. അതായത് ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഇടയില്ല, ചില കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, കരഞ്ഞു പോയാൽ അങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. ഭയങ്കര അപകടത്തിൽപ്പെട്ട ഇതുപോലെ സ്റ്റിഫായി പോകുന്ന ശരീരഭാഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, a fair finger, soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മരയിപ്പ് രോഗങ്ങൾ, ഉളുക്ക് രോഗങ്ങൾ, കർത്താവ് സ്റ്റിഫായി പോകുന്ന എല്ലാ രോഗങ്ങൾ, പേശികൾ, അസ്ഥികൾ, സന്ധികൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ, അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ്. ആശുപത്രി കിടക്കുന്നവരില്ലേ, ക്വാറന്റൈനിൽ നിരീക്ഷണത്തിൽ താമസിക്കുന്നവരുണ്ട് ഇല്ലേ. പല ഗവൺമെൻറ് ആശുപത്രികളിലേക്കും ഇപ്പോൾ സർക്കാർ പ്രൈവറ്റ് ആശുപത്രിക്കും കോവിഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് സർക്കാർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മളുടെ ഒരു നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ അത്രയും രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരെല്ലാം കൃപയിൽ ഒരേ മനസ്സോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യവും ലോകം മുഴുവനുമുള്ള എത്രയും വേഗം, അതായത് ചിലർ പറയണത് ഒരു കൊല്ലമൊക്കെ നിൽക്കുമെന്നാണ് പറയണത്. അച്ഛൻ പറയണത് എത്രയും വേഗം അതായത് 2 മാസത്തിനുള്ളിൽ ലോകത്തിൽ നിന്ന് മുഴുവൻ ഇത് തുടച്ച് നീക്കപ്പെടണം. അതായത് എന്ത് സോഷ്യലായിട്ടുള്ള സാമൂഹ്യ വ്യാപനമാണെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സ് കെടാതെ നമ്മുടെ പ്രാർത്ഥന ചൈതന്യം വർദ്ധിപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ കൃപയുള്ളവർ അതിൽ ഉറച്ചു നിൽക്കാൻ, അതായത് നിങ്ങളിതിങ്ങനെ വ്യാപനം ഉണ്ടാകുന്ന ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപയുള്ളവർ മടങ്ങിപ്പോകരുത്. നിങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ കാറ്റ് വന്നതുപോലെ ഇതെല്ലാം മാറ്റും. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ അടിപതറിയെന്ന് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ജീവിതകാലം മുഴുവൻ നമുക്കൊരു ബാധ്യതയാകും. അതുകൊണ്ട് ഒരിക്കലും വിശ്വാസം കളയരുത്. പ്രത്യാശയോടെ തന്നെ ഒന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളിൽ നിന്നും കർത്താവേ ഈ ദുർഘടത്തെയും കർത്താവേ ഈ ദുരന്ത രോഗത്തെ യേശു നാമത്തിലെ ശാസിച്ച് യേശുവേ നാമത്തിൽ ഞങ്ങള് ശാസിക്കുന്നു. ലോകത്തുനിന്ന് ഈ വിപത്ത് ഈശോനാമത്തില് ഒഴിഞ്ഞു മാറട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇപ്പോഴ് ചിലർ പറയണ ഇത് ഈ ഒരു കാര്യം മാത്രമേ ലോകത്ത് ഉള്ളെന്നാണ്, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ദുരിതങ്ങൾക്ക് ഒരു അറുതിയും ഇല്ല. ഞങ്ങൾ തത്സമയ ജപമാല നടത്തുമ്പോൾ അതിൻ്റെ കമൻറ്റുകളെല്ലാം വായിച്ചു നോക്കും. പ്രാർത്ഥനാ ആവശ്യങ്ങളൊക്കെ എല്ലാം വായിച്ചു നോക്കുക. നിങ്ങളവർക്ക് നിങ്ങളെ വിടുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കണില്ലെന്നാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മുഴുവൻ ഇരുന്ന് നോക്കും. എന്താണെന്നറിയാമോ നോക്കണത്? ഏതെല്ലാം തരത്തിലുള്ള വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്.
ആ സമയത്ത് ഞങ്ങൾ പിന്നീട് കുർബാന ചെല്ലുമ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ഞങ്ങൾ പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. കൃപാസനത്തിൽ നിങ്ങളൊരു ഫോൺ വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങളത് എടുക്കണത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്തം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോഴേ ഇന്ന് വരെ ഒരിക്കലും നമ്മുടെ ശുശ്രൂഷ ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഒരു പൈസ ആരോടും മേടിക്കാതെ ഈ നിമിഷം വരെ ഞങ്ങൾ ശുശ്രൂഷ കൊണ്ടുപോവുകയാണ്. ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള വലിയ ചിലവുണ്ടെങ്കിൽ പോലും ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല, ആരോടും മേടിക്കത്തുമില്ല. കാര്യം ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജനങ്ങളോടുള്ള സന്ധിപ്പാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, കൃപാസന ആൾക്കാരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണ്. ഇവിടുന്ന് ഞങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വമാണ് ഈ കാലങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ ആ ഒരു ബോധത്തിൽ വേണം ഈ സമയ ജപമാലയിൽ പങ്കെടുക്കാൻ. അപ്പോൾ അത് ശുശ്രൂഷകൾ, അതുപോലെ തന്നെ കൃപാസന ലൈറ്റ് ക്യാൻഡിൽ വഴി മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മരിയൻ ടുഡേ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച മരിയൻ shrine.com പ്രവേശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈറ്റ് ക്യാൻഡിലോട്ട് നിങ്ങൾക്ക് പോകാം. അത് മലയാളത്തിൽ ചെയ്യാം, ഇപ്പോഴും ഇംഗ്ലീഷും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ കിട്ടണ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾ രാത്രിയും പകലും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കിട്ടുന്ന സാഹചര്യങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണെങ്കിലും ഇത്തിരി പാടാണ് ചെയ്യാമെന്ന് ചിലർ പറയണം. പക്ഷേ എന്നാലും അത് ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇപ്പോൾ നമ്മുടെ തത്സമയ ജപമാലയ്ക്ക് വരുമ്പോൾ അമേരിക്ക, ഇന്നലേക്ക് വന്ന് ആഫ്രിക്ക എന്നൊക്കെ കോൾ വന്നിരിക്കണം. നേരിട്ട് കണ്ട് സംസാരിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങളത് മുടക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജോവിൻ അച്ഛനും ബഹുമാന സിസ്റ്റേഴ്സും ഞാനും ബാക്കി ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ഇതിൽ സ്റ്റാഫ് കുറേ അംഗങ്ങളുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ചൈതന്യത്തോടെ ചെയ്യണത്. ഞങ്ങളെല്ലാവരും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ കാര്യം വെച്ചാൽ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം അതാണ്. അതായത് ഈ ദിവസങ്ങൾ കൃപാസനം വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പോയവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ഇപ്പോഴേ അവർക്ക് എല്ലാം A+ കിട്ടി, പക്ഷേ എവിടെ പോകണമെന്ന് അറിയാൻ പാടില്ല, എവിടെ പഠിക്കണമെന്ന് അറിയത്തില്ല. ചിലർക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഇനി ട്രൈ ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലരുടെ ജോലി നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ട് ഇനി തിരിച്ച് കിട്ടുമോയെന്നറിയത്തില്ല. സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്, വാടകയ്ക്ക് പോണവരുണ്ട്, പാട്ടത്തിന് താമസിക്കുന്നവരുണ്ട്, ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ചേർത്ത് പിടിക്കണം. ഈ സമയത്ത് നിങ്ങളെ സ്തുതിച്ചാൽ മാത്രം മതി. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യമല്ലാതെ വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള അൾത്താറയിൽ നിങ്ങൾ ഈ സമയം സമർപ്പിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മ നിങ്ങൾ മുഴുവൻ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട. ശ്രുതികട ഹല്ലേലൂയ. കർത്താവെ അങ്ങനെ തിരുസന്നിധിയിൽ കർത്താവ് കൃപാസനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും പ്രാർത്ഥനാ സഹായങ്ങളെയും രോഗങ്ങളെയും ജീവിത ആവശ്യങ്ങളെയും കർത്താവെ അങ്ങനെ തിരുസന്നിധിയെ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വിവാഹം നടക്കാത്തവരെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ, കർത്താവെ ജീവിത പങ്കാളിയുമായിട്ട് പേര് പിരിച്ച് താമസിക്കുന്നവർ, അതിന് കേസ് പറഞ്ഞിരിക്കുന്നവർ, കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കർത്താവ് പ്രളയത്തിൽ വേദനിക്കുന്നവർ, കർത്താവ് കടൽ കയറി കുടുംബങ്ങൾ മുങ്ങിപ്പോയിട്ടുള്ള ചെല്ലാൻ പോലെയുള്ള വ്യത്യസ്തമായ ഇടങ്ങളിൽ കർത്താവ് എല്ലാം ശാശ്വതമായ പരിഹാരം അവർക്കുണ്ടാകാൻ വേണ്ടി കർത്താവ് ദിനത്തിൻ്റെ മുഴുവൻ രോഗങ്ങളിൽ കണ്ണുനീരുകൾ കർത്താവ് ഇനി എല്ലാം അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരൊക്കെ ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ശുശ്രൂഷയുടെ സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അച്ഛൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈ ആശീർവാദ സമയം ഈശോയ്ക്ക് സമർപ്പിക്കുക. ആ മേഖലയിൽ നിങ്ങൾക്ക് സാക്ഷികളാകാനും സാക്ഷ്യം പറയാൻ കഴിയും. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്.
ഈ ശുശ്രൂഷ ഇന്ന് തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് കണ്ടിട്ടുള്ളവരും യൂട്യൂബിൽ കണ്ടിട്ടുള്ളവരും ഇപ്പം തന്നെ ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം മഹത്വപ്പെടരുത്. അപ്പോൾ ദൈവം നിങ്ങളെയും മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് 2 കൈകളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ വീശി അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. 2023 ജൂലൈ 15 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ 2019 ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടീൻ്റെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2023 ജൂലൈ 15 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. B1 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എക്സാം എഴുതിയായിരുന്നു. പക്ഷേ ഞാൻ എക്സാം പാസ്സായില്ല, ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതി. അപ്പോഴും ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. പക്ഷെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി നിബന്ധനകളൊന്നും പാലിക്കുന്നില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഫെയിലായി. 2ാമത്തെ പ്രാവശ്യം ഞാൻ ഡേറ്റ് എടുത്തു. ഡേറ്റ് ഒന്നും ആദ്യം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഏപ്രിൽ 18 എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. റൈറ്റിങ്ങിനും ലിസണിങ്ങിനും ഡേറ്റ് കിട്ടി. ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. റൈറ്റിങ്ങിന് വചനം എഴുതിയും ലിസണിങ്ങിന് അച്ഛൻ്റെ സാക്ഷ്യവും അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും കേട്ടാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മെറിറ്റ് കുറച്ചിട്ട് കൂടുതൽ പ്രാർത്ഥനയിലും കാരുണ്യപ്രവർത്തനങ്ങളിലായിരുന്നു ശ്രദ്ധ കൊടുത്തത്. ഞാനിരുന്ന് ബൈബിൾ വചനം കുറേ എഴുതി, സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും കുറേ കേട്ടു. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഒരു ബോധമായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തൊട്ട് കേൾക്കുന്ന സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഏപ്രിൽ 18 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഫുൾ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം സെൻറ്ററിൽ വന്നിട്ടും എൻ്റെ ചുറ്റിനിരിക്കുന്ന കുട്ടികൾ മുഴുവനും പഠിക്കുമായിരുന്നു. എനിക്കെപ്പോഴും പഠിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ നിന്ന് എത്രയോ കൊന്ത ചൊല്ലി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി
ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ലിസണിങ് വന്നു. ലിസണിങ്ങിൻ്റെ സമയത്ത് അവരെന്താ പറയണത് ഞാൻ ഒന്നും കേട്ടില്ല. എനിക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, ഞാൻ ഒന്നും കേട്ടതില്ല. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. റൈറ്റിങ്ങും ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എക്സാം ഈസിയാണോ അല്ലയോ എന്ന്. മാതാവ് തരുന്ന എന്താണോ അത് ഞാൻ സ്വീകരിക്കാൻ റെഡിയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു. ഞാൻ 2 മൊഡ്യൂളിലും പാസ്സായി. ഈ ഫസ്റ്റത്തെ ഡേറ്റ് കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് രണ്ടാമത്തെ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും എനിക്ക് ട്രിവാൻഡ്രം ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് സ്പീക്കിങ് ഫേസ് ടു ഫേസ് ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. 10 ദിവസത്തിനുള്ളിൽ സ്പീക്കിംഗ് എനിക്ക് എക്സാം എഴുതണം. അതുകൊണ്ട് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. പക്ഷേ റീഡിങ്ങിന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. സ്പീക്കിങ്ങിന് ഞാൻ ഫുള്ളിരുന്ന് പഠിച്ചു. ഒരു 50 സംതിങ് ടോപ്പിക്കേ ഞാൻ നോക്കിയുള്ളൂ. ബാക്കി ഇനിയുമുണ്ട് കുറേ ടോപ്പിക്കുകൾ നോക്കാൻ. പക്ഷേ ഞാനിരുന്ന് എന്നാ പറയുക, പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ 10 ദിവസം കൊണ്ട് എനിക്ക് എത്ര ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്ര ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തു. അങ്ങനെ എക്സാം ഡേറ്റിന് മുന്നേ എനിക്ക് 4-ാം തീയതി എന്നുള്ളൊരു ഡേറ്റ് കിട്ടി. പക്ഷേ എനിക്ക് എക്സാം അന്നായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഇമെയിൽ വന്നു, എനിക്ക് 4-ാം തീയതിയാണ് എക്സാം എന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ വന്നു. എക്സാം സെൻറ്ററിൽ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പീക്കിങ്ങിന് ഫുള്ള് ഡിസ്കസും ചെയ്തും ഫുള്ള് പഠിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴും ഞാൻ റീഡിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ള് ബൈബിൾ വായിക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ് ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്കെന്തോ ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരുന്നു. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. നിർബന്ധമല്ല, എൻ്റെ പാർട്ട്ണർ മാതാവിനെ അറിയുന്നതോ കൃപാസനത്തെ പറ്റി അറിയുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം എന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല എക്സാമിന് സെൻറ്ററിന് മുന്നേ. അതെനിക്കൊരു വലിയൊരു നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം സെൻറ്ററിൽ കയറി. എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റീഡിങ് കിട്ടി, സ്പീക്കിങ് കിട്ടിയില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രമായിട്ട് ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഫുള്ള് പഠിക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാനൊരു ടോപ്പിക്ക് പോലും എക്സാമിന് തലേന്ന് വരെ നോക്കിയിട്ടില്ലായിരുന്നു. എക്സാമിന് തൊട്ട് തലേന്ന് ഞാൻ ക്യാഷ്വലായിട്ട് ഒരൊറ്റ ടോപ്പിക്ക് മാത്രമേ നോക്കിയുള്ളൂ. ബാക്കി ഞാൻ ഫുള്ള് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റിനിരിക്കുന്നവരോടും കൃപാസനത്തെ പറ്റിയും യേശുവിനെ പറ്റിയും മാതാവിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പത്രം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കെട്ട് പത്രം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിക്കും ഞാൻ കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെ പോവുമായിരുന്നു. അപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എക്സാം സെൻറ്ററിലും ഞാൻ പത്രം കൊടുത്തു. മാതാവിനെ പറ്റിയും യേശുവിനെ പറ്റിയും പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻറ്ററിൽ കയറി. എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, കൃപാസനത്തെ പറ്റി അറിയാവോ, മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് രൂപവും എൻ്റെ കയ്യിൽ ഉപ്പും ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒരു മനസ്സിന് റിലീഫ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ പാർട്ട്ണറിനും എനിക്കും ഞാൻ ഉപ്പ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ 2 പേരുടെ എക്സാം സെൻറ്ററിൽ കയറിയപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്. ഞാൻ തലേന്ന് ഏത് ക്വസ്റ്റ്യൻ ആണോ ക്യാഷ്വലായിട്ട് നോക്കിയത് ആ ടോപ്പിക്കാണ് എനിക്ക് എക്സാമിന് കിട്ടിയത്. സ്പീക്കിങ് 2 ടൈലുണ്ട്. 1ാമത്തെ ടൈലാണ് എനിക്ക് ഈ ടോപ്പിക്ക് കിട്ടിയത്. 2ാമത്തെ ടൈലേക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2ാമത്തെ ടൈലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് ആൻസർ വരുന്നത്, എനിക്കറിയത്തില്ല. ജർമ്മൻ ലാംഗ്വേജ് ഞാൻ B2 വരെ പഠിച്ചെങ്കിലും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എക്സാം സെൻറ്ററിൽ കയറി എനിക്ക് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഭയങ്കരമായിട്ട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞതിനും കൂടെ വരുമെന്നൊക്കെ. പക്ഷേ ഇതെനിക്ക് മാതാവ് ശരിക്കും കൂടെ വന്ന പോലെയായിരുന്നു. ഞാൻ എക്സാം ഹാളിൽ കയറി. ഞങ്ങൾ 2 പാർട്ട്നേഴ്സും ഞാനും എൻ്റെ പാർട്ട്ണറും ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി. എൻ്റെ കയ്യിൽ ഉപ്പ് ഞാൻ അവനും കൊടുത്തു. ഞാനും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുത്തായിരുന്നു എക്സാം റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ. അങ്ങനെ റിസൾട്ട് വന്നു. ഞങ്ങൾ 2ഉം പാസ്സായി. അങ്ങനെ മാതാവ് എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. ആദ്യം പ്രോസസ്സിങ്ങിന് കൊടുത്തത് റെഡിയായില്ല. 2ാമത് ഞാൻ പ്രോസസ്സിങ്ങിൻ്റെ വേറൊരു ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ ഉടമ്പടി തീർന്നതിൻ്റെ അവസാന ദിവസമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് കിട്ടണമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ 29-ാം തീയതി എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് ഡേറ്റ് കിട്ടാനുള്ളതാണ്. വിസയ്ക്ക് ഞാൻ അന്ന് കറക്റ്റ്
മെയ്യിലാണ് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത്. മെയ് തൊട്ട് അന്ന് തൊട്ട് വിസയ്ക്ക് ഭയങ്കര ട്രബിളായിരുന്നു. ഡേറ്റ് കിട്ടാൻ ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് കൊച്ചി തന്നെ ഡേറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ജൂൺ 8 എനിക്ക് ഡേറ്റ് കിട്ടി കൊച്ചിയിൽ. എനിക്ക് 24 എന്ന് പറഞ്ഞ ഡേറ്റും 24 തീയതി എന്ന് പറഞ്ഞ ഡേറ്റും ഓൾറെഡി കിട്ടിയായിരുന്നു. പക്ഷെ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയത് 24 തീയതിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെക്കാൻ പോയി. അപ്പോഴും വേറെ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഏജൻസിക്കാർ ട്രാവൽ ഇൻഷുറൻസ് ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസ് 50% ആണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, വിസ റിജക്റ്റ് ആവാതെ എനിക്ക് അപ്രൂവ് ആക്കി തരണേന്ന്. അങ്ങനെ വിസ വെച്ച് 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിസ കിട്ടി. ഞാൻ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ 11 ജർമ്മനിക്ക് പോവുകയാണ്. ഇതാണ് മാതാവ് എനിക്ക് തന്ന ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. ഒരു 7 വർഷത്തിൽ കൂടുതൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അത് വന്നാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, സ്മെല്ലടിച്ച പ്രശ്നം, സൗണ്ട് കേട്ട പ്രശ്നം, തലയനക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഡെയിലി മാതാവിൻ്റെ തൈലം തലയിൽ ഇങ്ങനെ 4 സൈഡിലും ഞാൻ പൂശുമായിരുന്നു. അങ്ങനെ ഇത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. പീരിയഡ് ടൈം ആകുമ്പോൾ എനിക്ക് മന്ത്ലി ഒരു 1, 2, 3 ടൈംസ് ഒക്കെ ഇത് വരുമായിരുന്നു. അപ്പം ഞാൻ പാരസിറ്റമോൾ, ആയുർവേദം കുറേ എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ എന്നാലും ഇത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിച്ചത് എപ്പോഴാണ് പോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ മൈഗ്രെയിൻ തലവേദന കുറഞ്ഞു. ഇപ്പോൾ 1 വർഷമായിട്ട് എനിക്ക് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള തലവേദന വന്നിട്ടില്ല. മൈൽഡായിട്ട് അത് ജസ്റ്റ് ഒന്ന് ടൈഗർ ബാം തേച്ചാലോ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാലോ അത് പോകുമായിരുന്നു. ഇനി അതും പോയില്ലെങ്കിൽ രാവിലത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം എൻ്റെ തലവേദന പോകുമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ സാക്ഷി. മൂന്നാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. എനിക്ക് മുഖത്ത് ചെറിയ പാച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോ ടൈമും ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുമ്പോഴും അവർ ഓരോ പേര് പറയും, ഓരോ മരുന്ന് തരും. പക്ഷെ അതൊന്നും മാറിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ ഉടമ്പടിക്ക് വെച്ച നിയോഗമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ പൂശി. ഇതെപ്പോഴാണ് പോയെന്നും എനിക്കറിയത്തില്ല. ഇത് പിന്നെ നോക്കുമ്പോൾ ഡിസപ്പിയർ ആയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഡേറ്റ് കിട്ടാൻ തുടങ്ങിയത് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പത്രം ഞാൻ ആദ്യം കൊടുക്കാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഞാൻ പള്ളിയിലാണ് കൊണ്ടേ കൊടുത്തത്. പള്ളിയിലാകുമ്പോൾ എല്ലാവരും ക്രിസ്ത്യൻസ് ആണല്ലോ, എല്ലാവരും വാങ്ങിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിലാണ് കൊടുത്തത്. പിന്നെയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലും എല്ലായിടത്തും പത്രം ഞാൻ കൊടുത്തു. നല്ല രീതിയിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. ഒരു ദിവസം ഞാൻ 60 പത്രം വരെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണ്. ആക്ച്വലി കൊടുത്ത് തീരുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടിപ്പോകും. പറഞ്ഞ് നമ്മുടെ വായിലെ വെള്ളമൊക്കെ പറ്റിപ്പോകും. എന്നാലും ഞാൻ എൻ്റെ കയ്യിലുള്ള പത്രം ഞാൻ ആ ഒരു ഡേ ഫുള്ള് തീർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിൻ്റെ ടൈമിൽ ഞാനിവിടെ വന്ന് ഓരോ മാസവും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ എക്സാം ടൈമിൽ കൊച്ചിയിലായിരുന്നപ്പം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഫുഡ് ഞങ്ങൾ മെട്രോൻ്റെ അടിയിലുള്ള ആൾക്കാർക്ക് കൊണ്ടേ കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ സാറ്റർഡേയും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോവും. അവരുടെ കുളിപ്പിക്കുക, അവരെ നഖം വെട്ടിക്കൊടുക്കുക, അങ്ങനെ അവിടെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. അവിടെ ഞങ്ങളുടെ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും. 2 വീക്സ് കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. ഡെയിലി എനിക്ക് ആദ്യം പേഴ്സണലായിട്ടുള്ള പ്രേയേഴ്സൊക്കെ കുറവായിരുന്നു. ഇപ്പം ഞാൻ ഒരു 3 റോസറി ഞാൻ മിനിമം ചെല്ലും. പിന്നെ എനിക്ക് മാതാവിനോട് ആദ്യമേ ഭക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈശോയായിട്ട് എനിക്ക് അത്ര വലിയ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും മാതാവിന് നന്ദി പറയുന്നു. അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അലൻ വർഗീസ്. ഞാൻ വരുന്നത് എറണാകുളം പുതുവൈപ്പിൽ നിന്നാണ്. ഞാൻ ഒരു ജർമ്മൻ ലാംഗ്വേജ് വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 12/8/2024 ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല. എങ്കിൽ പോലും അമ്മയുടെ പ്രാർത്ഥന കണ്ട് ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും ഞാൻ പാലിച്ചു പോന്നിരുന്നു.
ആദ്യത്തെ തവണ ഞാൻ എക്സാം എഴുതി ബാംഗ്ലൂരിലാണ് ഞാൻ എഴുതിയത്. ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് പരീക്ഷ എഴുതിയത്. ആദ്യത്തെ തവണ എനിക്ക് 3 മൊഡ്യൂൾ പാസ്സാകാനുള്ള കൃപ അമ്മ മദർ നൽകി. എന്നാൽ റൈറ്റിംഗ് എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞിരുന്നില്ല. അതേ തുടർന്ന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ടും ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതിയിട്ടും 2 മാർക്കിന് എനിക്കത് പാസ്സാകാൻ കഴിഞ്ഞില്ല. 2 മാർക്കിന് എനിക്ക് എക്സാം പോയി. അതിൽ തളരാതെ ഞാൻ ഉടമ്പടി തുടരുകയും അനുദിന ദിവ്യബലിയിലും പ്രാർത്ഥനയിലും പങ്കുചേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്ക് റൈറ്റിംഗ് നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകാനുള്ള കൃപ ലഭിച്ചു. എക്സാം പാസ്സായി കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് തന്നെ എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ആ സമയത്ത് എൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുകയും പ്രാർത്ഥനകളെല്ലാം തുടരുകയും ചെയ്തു. ആദ്യത്തെ തവണ ഉടമ്പടി എടുത്ത എനിക്ക് എൻ്റെ വിസ റിജക്ഷൻ വരികയും അതിൽ തളരാതെ ഞാൻ പ്രാർത്ഥനയും അനുദിന ദിവ്യപ്രാർത്ഥനകളും ദിവ്യബലിയും തുടർന്നു കൊണ്ടുപോയിരുന്നു. അതിനുത്തരമായി മാതാവ് എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആക്കി തന്നു. പക്ഷേ എനിക്ക് അഡ്മിഷൻ ഒരു ഇഷ്യൂ വന്നു. എൻ്റെ അഡ്മിഷൻ ക്യാൻസലായി പോയി. 2 ദിവസം മുമ്പാണ് എൻ്റെ അഡ്മിഷൻ ക്യാൻസലായി പോയത്. ഞാൻ അമ്മയോടൊപ്പം ചോദിച്ചു, ഇനിയും അടുത്ത ഇൻടേക്കിലൊക്കെ എൻ്റെ മാറിപ്പോവൂ, അല്ലെങ്കിൽ ഇതിനേലും നല്ലത് തരാനാണോ അമ്മ ഈ മുടക്കം വരുത്തുന്നതെന്ന് ഞാൻ ചോദിച്ച് അന്ന് രാത്രി തന്നെ എനിക്ക് പുതിയൊരു കോൺട്രാക്റ്റ് വരികയും എൻ്റെ അക്കോമഡേഷനെല്ലാം ശരിയായെന്നൊരു മെയിൽ വരികയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പിറ്റേ ദിവസം തന്നെ എനിക്ക് ടിക്കറ്റ് വരികയും ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അമ്മയോട് ചോദിച്ച ചോദ്യത്തിന് അമ്മ എനിക്ക് അത്രയും പെട്ടെന്ന് എനിക്ക് ഉത്തരം നൽകി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം പോകാനിരുന്ന ഞങ്ങളൊരു അറൗണ്ട് ഒരു 12 പേര് പോകാനിരുന്നു. അതിൽ 3 പേര് സെയിം സ്ഥലത്ത്. പക്ഷേ എനിക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് അറൗണ്ട് ഒരു 1,30,000 ആയി ടിക്കറ്റിന്. പക്ഷേ ആ സമയത്ത് എനിക്കായത് 81,000 രൂപയ്ക്ക് എനിക്ക് പോകാനുള്ള കൃപ ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആത്മീയമായി വളരെയധികം വളർച്ചയുണ്ടായി. ദിവ്യ കുർബാനയും അതുപോലെ തന്നെ അനുദിന പ്രാർത്ഥനകളും ഞാൻ കൂടുതൽ ആഴമായി പങ്കുചേരാൻ സാധിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യുകയും അന്യമതസ്ഥർക്കും എൻ്റെ ഇടവകയിലും പരിസര പ്രവർത്തനങ്ങളും എൻ്റെ അനുഭവം പറഞ്ഞ് ഞാൻ വിതരണം ചെയ്യുകയും ചെയ്തു. കാരുണ്യപ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. ഞാൻ അമ്മയോടുകൂടി വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും അവരോടുകൂടി സമയം ചിലവഴിക്കുകയും ചെയ്തു. അവർക്ക് ധനസഹായം നൽകുകയും ചെയ്തു. ആവശ്യപ്പെട്ടവർക്ക് ഞാനും എൻ്റെ കുടുംബവും ധനസഹായം നൽകി പോകുന്നു. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ സൗഖ്യമാണ്. അമ്മ 25 വർഷമായി കഠിനമായ മൈഗ്രെയിനും അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ടും അനുഭവിച്ചു പോന്നിരുന്നു. പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും കൃപയാൽ അമ്മയുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനവും കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും സ്ഥിരമായി കണ്ടുപോകുന്നു. അത് ഷെയർ ചെയ്യാറുമുണ്ട്. 2-ാം തീയതി ഞാൻ ജർമ്മനി പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.